നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിൽ കർഷകരെ അടക്കം ലക്ഷ്യമിട്ട്, സ്ത്രീകളെ അടക്കം ലക്ഷ്യമിട്ട് വൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. കേരളത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുന്ന ബജറ്റിൽ എന്തു പറഞ്ഞ് പ്രഖ്യാപനം നടത്തും എന്നുള്ള ഒരു അന്ധാളിപ്പിലാണ് സർക്കാരെന്നും. എന്തു പറയും? കാരണം തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ബജറ്റാണ്. അപ്പോൾ ഇതിൽ പ്രഖ്യാപനങ്ങൾ നടത്താം. പക്ഷേ കഴിഞ്ഞ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ എവിടെ വരെയായി? അതിന് മുൻപുണ്ടായിരുന്ന കഴിഞ്ഞ സർക്കാരിൻ്റെ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ, അതുപോലെ ഇതൊക്കെ പ്രഖ്യാപനങ്ങൾ മാത്രമാണെന്നും ഇനിയിപ്പോൾ സെസ്സോ മറ്റു കാര്യങ്ങളോ ഇപ്പം കേരളത്തിൽ കൂട്ടേണ്ടി വന്നാൽ അതെങ്ങനെ ബാധിക്കും എന്നതൊക്കെ ചർച്ചയാകുന്നുണ്ട്. പക്ഷേ നിർമ്മലാ സീതാരാമൻ ഒന്നും കൂസാതെ എല്ലാം പ്രഖ്യാപിക്കും എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. PM കിസാൻ പദ്ധതി പ്രകാരം നിലവിൽ കർഷകർക്ക് പ്രതിവർഷം നൽകുന്ന തുക 8,000 രൂപ അല്ലെങ്കിൽ 9,000 രൂപയായി ഉയർത്താൻ സർക്കാർ ആലോചിക്കുന്നതായിട്ടാണ് സൂചന. ഇപ്പോൾ അത് 6,000 രൂപയാണ്. ഇതിനു പുറമെ വനിതാ കർഷകർക്ക്, സ്ത്രീ കർഷകർക്ക് പ്രതിവർഷം 10,000 രൂപ മുതൽ 12,000 രൂപ വരെ നൽകാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഫെബ്രുവരി 1-നാണ് പാർലമെന്റിൽ നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നത്. അന്ന് ഇത് സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ലോക്സഭയിൽ അവതരിപ്പിച്ച ബജറ്റിലാണ് കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ സഹായം നൽകുന്ന PM സമ്മാൻ നിധി കഴിഞ്ഞ സർക്കാർ പ്രഖ്യാപിച്ചത്. ഏതാണ്ട് 11 കോടിയിലധികം കർഷകർക്ക് പദ്ധതി പ്രകാരം സർക്കാരിൻ്റെ സഹായം ലഭിച്ചതായി റിപ്പോർട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ വൻ സ്വാധീനം ചെലുത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് ഈ ഒരു പദ്ധതി തന്നെ മുമ്പോട്ട് വയ്ക്കാനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. പ്രതിവർഷം നിലവിൽ നൽകുന്ന 6,000 രൂപ 8,000-ഓ 9,000-ഓ ഒക്കെയാക്കി മാറ്റിക്കഴിഞ്ഞാൽ അത് വലിയ തോതിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതിന് ഒരു ഗുണഫലമുണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. സർക്കാരിന് കാര്യങ്ങൾ ഏകോപിപ്പിക്കാനും കർഷകരെ, സ്ത്രീകൾ, അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ, അതുപോലെ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ട പദ്ധതികൾ, ശരിക്കും കർഷകർക്കായിട്ട് ഇതിൽ കൂടുതൽ പദ്ധതികൾ വേണ്ടതാണ്. കാരണം ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. അപ്പോൾ നിർമ്മലാ സീതാരാമൻ ഇത്തരം പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ അത് വലിയൊരു ഫലം അതിനകത്ത്, പ്രതിഫലനം അതിനകത്തുണ്ടാകും. പക്ഷേ ഇവിടെ കേരളത്തിൽ സെസ്സും അങ്ങനെയുള്ള ചില കൂട്ടലുകൾ മാത്രം പ്രഖ്യാപിച്ചാൽ പദ്ധതികളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകാം എന്നുള്ളതല്ലാതെ ഇതുവരെ നടത്തിയ പദ്ധതികളുടെ റിപ്പോർട്ടോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ കേരള ബജറ്റിൽ ഉണ്ടാകും എന്ന സൂചനയില്ല. ഇതുവരെ എന്ത് വികസന പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കിയത്? ചെറിയ പദ്ധതികളൊക്കെ ഉണ്ടാകും. പക്ഷേ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചത് ഈ സെസ്സും മറ്റ് കൂടേണ്ടതെല്ലാം കൂടി, പക്ഷേ കുറയേണ്ടതും കിട്ടേണ്ടതുമൊന്നും കിട്ടിയിട്ടില്ല. നിർമ്മലാ സീതാരാമൻ ഒന്നും കൂസാതെ ബജറ്റ് പ്രഖ്യാപിക്കും. ഇവിടെ കെ എൻ ബാലഗോപാൽ എന്ത് വേണം എന്നറിയാതെ അല്പം ഒരാശങ്കയിൽ നിൽക്കുന്ന അവസ്ഥയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷണം പൊതുവെ ഉണ്ടാകുന്നത്. അപ്പോൾ ബജറ്റിൽ കർഷകർക്കായിട്ട് വൻ പ്രഖ്യാപനങ്ങളുമായി നിർമ്മലാ സീതാരാമൻ എത്തുകയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. ഇവിടെയും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടൊരു ബജറ്റ് അവതരിപ്പിക്കും എന്നുള്ളതാണ്. കൂട്ടലുകൾ ഉണ്ടാകില്ല എന്ന് കേൾക്കുന്നു. എന്തായാലും രണ്ട് ബജറ്റും തമ്മിൽ ആനയും ആടും പോലുള്ള അന്തരമുണ്ട്.